ഇവിടുത്തെ ഹിന്ദുക്കൾ ആരും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരല്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരല്ല. ഇവിടുത്തെ ജൂതന്മാരാരും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരല്ല. ആണോ? ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാറുണ്ടോ? ജൂത പള്ളിയിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാറുണ്ടോ? ആര്യന്മാർ അമ്പലത്തിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ് എന്ന് വിളിക്കാറുണ്ടോ? ദ്രാവിഡ അമ്പലത്തിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ് എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവരാരും അല്ലാഹുമായിട്ട് ഷഹാദത്തിലല്ല, കരാറിലല്ല. കരാറിലല്ലാത്തവരെ പറ്റി അല്ലാഹുവിന്റെ നയം ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. അല്ലാഹു തആല അവന്റെ നയം പ്രഖ്യാപിച്ചില്ലേ മതക്കാരെ സംബന്ധിച്ച്? പിന്നെ ഈ ഭൂമിയിൽ സംഭവങ്ങൾ നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഷഹാദത്ത് നൽകിയവർ അത് പാലിക്കുന്നുണ്ടോ ലംഘിക്കുന്നുണ്ടോ എന്നറിയാനാണ്. ഷിയാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തു, ജാറങ്ങളെ കൊണ്ട് അത് ലംഘിച്ചു. ഷിയാക്കൾ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തു, തരീഖത്തുകളെ കൊണ്ട് അത് ലംഘിച്ചു. സലഫികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ ഏറ്റെടുത്തു. ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പോറലേൽക്കാതെ സംരക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് എത്ര വലിയ ഇമാമിങ്ങളായാലും എത്ര വലിയ ശൈഖന്മാരായാലും മുഹമ്മദ് ഈ റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തവനാണ്. അതിന്റെ അപ്പുറത്ത് വേറൊരു രേഖ എനിക്ക് ആവശ്യമില്ല. അതാണ് സലഫികൾ. അതാണ് സലഫികൾ. അതുകൊണ്ടാണ് ലോകം അവർക്ക് ശത്രുക്കളായത്. അതുകൊണ്ടാണ് ലോകം അവരെ ചീത്ത പറയുന്നത്. അതുകൊണ്ടാണ് ലോകം അവരെ കല്ലെറിയുന്നത്. അതുകൊണ്ടാണ് ലോകം എല്ലാ മതക്കാരും കൊന്നൊടുക്കുന്നത്. ഷിയാക്കളും ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും കമ്മ്യൂണിസ്റ്റുകളും ഒപ്പത്തിനൊപ്പം കൂടി ലോകത്തുള്ള സലഫികളെ കൊന്നൊടുക്കുകയാണ്. എന്തിന്? ശീഇയ്യത്ത് സ്ഥാപിച്ചുകൊണ്ട് ഭൂലോകത്തെ മതക്കാർക്ക് ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ. ഇല്ല, നടക്കൂല കൂട്ടരെ, നടക്കൂല. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വിഷയമാണ്. ഒരു ചെറിയ ന്യൂനപക്ഷം ബദഅൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദഅ ഗരീബ ഫതൂബാ ലിൽ ഗുറബാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവർ അവർ ജീവിച്ചിരിക്കുന്ന ജിന്നുകളെ കൊണ്ട് അത് ബാത്തിലാക്കുകയില്ല. മരിച്ചുപോയ മനുഷ്യരെ കൊണ്ട് അവർ ബാത്തിലാക്കുകയില്ല. ജീർണിച്ചുപോയ സയൻസ് കൊണ്ട് ബാത്തിലാക്കുകയില്ല. വളരെ ശക്തമായി അതിൽ നിലനിൽക്കും. പക്ഷെ അവര് ആരുടെയും സപ്പോർട്ട് ഉണ്ടാവുകയില്ല. മഹാഭൂരിപക്ഷം അവർക്കെതിരെ സംഘടിക്കും. അവര് ഖുറബാ, ആരോരുമില്ലാത്ത അനാഥകൾ. ഫതൂബാ ലിൽ ഖുറബാ, ആ ഖുറബാക്കൾക്കാണ് ആശംസകൾ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബിയാക്കി അയച്ചു. എന്തിന്? ആദമിന്റെ ഖബറിലേക്ക് പോക്ക് അപകടമാണ് എന്നവർക്ക് തർബിയത്ത് കൊടുക്കാൻ. ഖബർ അപകടമാണ്, മഹാന്മാരുടെ ഖബർ അപകടമാണ്. അത് ലലാലത്തിന് വേണ്ടി അല്ലാഹു തആല ശൈത്താനെ ഏൽപ്പിച്ചതാണ്. ശൈത്താൻ ആ ജോലി തുടരുന്നുണ്ട്. അതുകൊണ്ട് ശൈത്താനെ വഴിപ്പെട്ടു യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. അത് പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ ശീസ് നബിയെ നബിയാക്കി അയച്ചത്. ശീസ് നബിയെ റസൂലാക്കി അയച്ചില്ല. എന്താ കാര്യം? സമൂഹം ജാറത്തിൽ ഇലാഹറത്തിയുമായി എത്തിയിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആവശ്യം വന്നിട്ടില്ല. തർബിയത്തിന്റെ ആവശ്യമേ ഇപ്പോഴുള്ളൂ, ദൈവത്തിന്റെ ആവശ്യമില്ല. കാലക്രമത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി, ബഹുമാനപ്പെട്ട ശീസ് നബി മരിച്ചു. 2 ഖബർ വെച്ചുകൊണ്ട് ശൈത്താൻ കളിച്ചു. അല്ലാഹു ഇദ്രീസ് നബിയെ നബിയാക്കി അയച്ചു. അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. അവസാനം ഇദ്രീസ് നബി മരിച്ചു. 3 ഖബർ കൊണ്ട് ജനങ്ങൾ ഇലാഹറത്തിയുമായി എത്തിയില്ല. അവസാനം ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ആലിമീങ്ങളെ വെച്ചുകൊണ്ട് തർബിയത്ത് കൊടുത്തു. അവരാണ് ആ മഹാപണ്ഡിതന്മാർ. അവരാ കാലഘട്ടത്തിലെ മഹാന്മാരും ഔലിയാക്കളുമായിരുന്നു, ശൈഖന്മാരായിരുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് ആ ശൈഖന്മാരെ ഖബർ വെച്ചുകൊണ്ട് ശൈത്താൻ കളിച്ചു. ആദ്യത്തെ പ്രാവശ്യം ആ ഖബറുകൾക്ക് തലക്കു ഒരു മരത്തിന്റെ കുറ്റി കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞു. അത് മാറ്റം ചെയ്തു. എന്തിന്? ആയിരക്കണക്കിന് ഖബറുകളുടെ കൂട്ടത്തിൽ ഈ ഖബർ ഉസ്താദുമാരെ ഖബറാണെന്ന് തിരിയാൻ. ആ തലമുറ മരിച്ചു. അപ്പുറത്തെ തലമുറ
നിങ്ങൾ ഉപ്പുപ്പമാര് ഈ ഖബറിനെ ആദരിച്ചതാണ്, അതുകൊണ്ട് ഈ മരത്തിന്റെ കൂറ്റി ചെതല് തിന്നാൻ തുടങ്ങി. അവിടെ 4 കല്ലെടുത്ത് വെച്ചിട്ട് റെഡിയാക്കണം. 4 കല്ലെടുത്ത് വെച്ചിട്ട് ഖബർ വേർതിരിച്ചു. ഇലാഹത്തിലെത്തിയില്ല. അടുത്ത തലമുറയോട് ശൈത്താൻ പറഞ്ഞു, നിങ്ങൾ ഉപ്പപ്പമാര് വലിയ ആലിമീങ്ങളാണ്, വലിയ കാളിമാരാണ്, ബാക്കവിമാരാണ്, കാസിമിമാരാണ്, പിന്നെന്ത് വണ്ണം കെട്ടിയാണ്, ഷെയ്ഖുനമാരാണ്, മൗലാനമാരാണ്, തങ്ങന്മാരാണ്, ഹോജമാരാണ്. അവരൊക്കെ അവഗണിച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത്? അവരല്ലേ ഈ ഖബറിനെ കെട്ടി റെഡിയാക്കി വെച്ചത്? എന്തേ ആയിരക്കണക്കിന് ഖബർ കെട്ടിയില്ല? ഈ 5 ഖബർ മാത്രം എന്താ കെട്ടിയത്? നിങ്ങൾക്ക് വേണ്ടി ആക്കി വെച്ചതാ. നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാൻ ഇവരെ വിളിച്ചുകൊണ്ടില്ല അതിർത്തി പറയണം. ഇവരെ ബർക്കത്തുകൊണ്ട്, ഇവരെ ജാഹു കൊണ്ട് തവസ്സുൽ ഇസ്തിഗാസ ചെയ്യണം. നിങ്ങളുടെ കാര്യം എന്താ നടക്കും? അവരിലാ ഹദ്റത്തിലെത്തി. അപ്പോഴാണ് അല്ലാഹു തആല നൂഹ് നബിയെ റസൂലാക്കി അയക്കുന്നത്. നർസൽനാ നൂഹൻ ഇലാ ഖൗമി. അല്ലേ, ഞാൻ നിങ്ങളോട് കൃത്യമായി തെറ്റം പറയാനല്ല ഇത്രയും ഞാൻ പറഞ്ഞു തന്നത്. ഞാനിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര ചൊല്ലി പിടിച്ചു മരിച്ചാൽ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വരുമ്പോൾ ഇന്ന് കാണുന്ന മതങ്ങൾ ഏതെങ്കിലും അന്ന് ഇറാഖിൽ ഉണ്ടായിരുന്നോ? വല്ലാഹി ഉണ്ടായിട്ടില്ല. ഇന്ന് കാണുന്ന സകല മതങ്ങളും നൂഹ് നബിന്റെ മരണത്തിന് ശേഷം ഉണ്ടായതാണ്. നൂഹ് നബിന്റെ മരണത്തിന് ശേഷം ഉണ്ടായതാണ്. നൂഹ് നബി വരുമ്പോൾ പ്യൂർ മുസ്ലിമീങ്ങളാണ് ലോകത്തുള്ളത്. അവര് കൃത്യമായി ആദമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്, കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, കൃത്യമായി നോമ്പ് വെക്കുന്നവരാണ്, കൃത്യമായി ദിക്ർ തസ്ബീഹാത്തുകൾ ചെല്ലുന്നവരാണ്. ഒരുപാട് മൗലാനമാരും ശൈഖുനമാരും ഉള്ളവരാണ്. ഒരുപാട് പള്ളികളും പള്ളി ഇമാമിങ്ങളും ഉള്ളവരാണ്. അവരിലേക്കാണ് നൂഹ് നബി റസൂലായിട്ട് വന്നിട്ട് പറയുന്നത്, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻസിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. സൂറത്തുൻ നൂർ. ഇന്നാ അർസൽനാ, നാം നിയോഗിച്ചു നൂഹൻ, നൂഹിനെ, ഇലാ ഖൗമിഹി, നൂഹിന്റെ ഖൗമിലേക്ക്. എന്തിന്? അൻ അൻസിർ ഖൗമക, ഓ നൂഹ്, നിന്റെ ജനതയെ നീ താക്കീത് ചെയ്യണം. മിൻ ഖബ്ലി അൻ യഅതിയഹും മിൻ അദാബുൻ അലീം, വളരെ വേദനാജനകമായ ശിക്ഷ നിന്റെ സമൂഹത്തിന് വരാൻ പോവുകയാണ്. ഈ ശിക്ഷ വരാൻ അവർ ചെയ്ത തെറ്റെന്താണ്? പ്രമാണം കൊണ്ട് പറയണം. നൂഹ് നബി പറഞ്ഞത് ശരിയാണ്. സൂറത്തുൻ നൂഹിന്റെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പോയി തന്നിരിക്കുന്നത്. ഈ ശിക്ഷക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ അവർ ചെയ്ത തെറ്റെന്താണ്? മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ജീർണതകളെ പറ്റി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. തൊട്ടുമുമ്പ് ഈസാ നബിന്റെ കാലഘട്ടത്തിൽ അന്ന് ഫലസ്തീനിലുള്ള ജനത്തിന്റെ ജീർണതകളെ പറ്റി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനു മുമ്പ് മൂസാ നബിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിലുള്ള ജീർണതകളെ പറ്റി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടവും അന്നത്തെ ഇറാഖിലെ ജീർണതകളും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. സമൂദിന്റെ ജീർണതയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ശുഐബ് നബിന്റെ കാലഘട്ടവും ആ സമൂഹത്തിന്റെ ജീർണതയും, ഓരോ കാലഘട്ടത്തിൽ ലൂത്ത് നബിന്റെ കാലഘട്ടവും ആ കാലഘട്ടത്തിന് അനുവർത്തിച്ചു വന്ന ജീർണതകളും പറഞ്ഞു തന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ എന്ത് ജീർണതയാണ് അല്ലാഹു തആല പറഞ്ഞു തന്നിരിക്കുന്നത്? എന്ത് തെറ്റാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ ചെയ്തത്? ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും എന്ത് തെറ്റാണ് സ്ഥാപിക്കാൻ കഴിയുക? ഇനി ഞാൻ ചോദിക്കട്ടെ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യം എടുക്കാൻ, സ്വർഗ സംഭോഗത്തിലാണ് അവർ നശിപ്പിച്ചു അല്ലാഹു തആല. അതൊരു ജീർണതയാണ്. പലിശ, അതൊരു ജീർണതയാണ്. രാഷ്ട്രീയാധിപത്യം, ഫറോവാന്റെ രാഷ്ട്രീയാധിപത്യം, അതൊരു ജീർണതയാണ്. സാധാരണക്കാരായ ജനങ്ങളെ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ആ ജനങ്ങളെ പുരോഹിതന്മാരുടെ അനുവർത്തികളാക്കുകയും ആ പുരോഹിതന്മാരെ സഹായിക്കുകയും ചെയ്യുന്ന കൂട്ടുമുന്നണി, ഒരു ഭാഗത്ത് ഭരണകൂടം, ആ ഭരണകൂടത്തെ സഹായിക്കുന്ന മൗലാനമാര് ശൈഖുനമാര്, ആ മൗലാനമാരും ശൈഖുനമാരും ഉപയോഗിക്കുന്ന പ്രജകൾ, ഈ 3 കുട്ടികൾ കൂട്ടിട്ടുള്ള ജീർണത എല്ലാ കാലഘട്ടത്തിലും, ഓരോ കാലഘട്ടത്തിൽ വന്ന പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ നടന്ന മനുഷ്യൻ ചെയ്ത തോന്നിവാസങ്ങളെ പറ്റി പറഞ്ഞു തന്നിട്ടില്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ജനം ചെയ്ത തോന്നിവാസം എന്താണ്? ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം. അവരേതെങ്കിലും മതത്തിലേക്ക് പോയോ? ഇല്ല. വല്ലാഹി നൂഹ് നബിന്റെ മരണത്തിന് ശേഷമാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. നൂഹ് നബിന്റെ മരണത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ദ്രാവിഡ മതം ഉണ്ടാകുന്നത്. ഈ റിസാലത്തനുസരിച്ച് ഇബ്രാഹിം നബിന്റെ മരണത്തിന് ശേഷമാണ് ആര്യമതം ഉണ്ടാകുന്നത്. ഇബ്രാഹിം ഈ റിസാലത്തനുസരിച്ച്
മൂസ നബിന്റെ മരണത്തിന് ശേഷമാണ് ജൂതമതം ഉണ്ടാകുന്നതനുസരിച്ച്. ഈസ നബിന്റെ ആകാശലോഹത്തിന് ശേഷമാണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത് ഈസാ ശരീഅത്തനുസരിച്ച്. മുഹമ്മദ് നബിന്റെ വഫാത്തിന് ശേഷമാണ് ഷീഈ മതം ഉണ്ടാകുന്നത്. നൂഹ് നബി അലൈഹി വസ്സലാമിന്റെ കാലഘട്ടം എന്ത് ജീർണതയാണ് ലോകത്തുണ്ടായത്. അവര് മുഴുവനും ആദമിന്റെ കാലഘട്ടത്തിൽ 3000 കൊല്ലത്തിന്റെ ഗ്യാപ്പല്ലേ ഉള്ളൂ. 11 തലമുറ 10 തലമുറ തൗഹീദ് നബി ഞങ്ങൾ പറഞ്ഞതല്ലേ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ 11ാമത്തെ തലമുറയാണ് ജാറത്തിലെത്താൻ തുടങ്ങിയെന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഈ 11ാമത്തെ തലമുറ എത്രയും പെട്ടെന്ന് എന്ത് ദുഷ്കത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്, അത് നമ്മുടെ ചരിത്രപരമായി തെളിയിക്കേണ്ടതുണ്ട്. അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങ് കുരച്ചിട്ട് കാര്യമില്ല, കാര്യം പറ. ഉമ്മത്ത് കാര്യം മനസ്സിലാക്കട്ടെ. ഷിയാക്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? എന്തിനാണ് ഷിഈ സമൂഹം വിഷമിക്കുന്നത്? ജാറങ്ങളെ കൊണ്ട് ഷഹാദത്ത് ബാത്തിലാക്കി കുഫറിന്റെയും ശിർക്കിന്റെയും മൂദേവികളായി ചീഞ്ഞളിഞ്ഞ അശ്ശരി മാതുരീദി സംസ്കാരം ജീവിക്കുന്ന നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? ലോകം കാര്യം മനസ്സിലാക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞു കുരച്ചിട്ടതിനെ മൂടി വെക്കാൻ ശ്രമിക്കല്ല, കാര്യം പറ. ദാറുൽ അർക്കമിലേക്ക് സഹാബാക്കൾ ഖുർആൻ കേൾക്കാൻ, ദാറുൽ അർക്കമിലേക്ക് ഖുറൈശി പ്രമാണിമാർ ഖുർആൻ കേൾക്കാൻ പോകാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ സ്വകാര്യമായി ജീവിക്കുകയാണ് ദാറുൽ അർക്കമിൽ. ഓരോരാൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി വരും. വന്നാളാരും പിന്നെ തിരിച്ചു പോകില്ല ഷഹാദത്തല്ലാതെ. വന്നവർ മുസ്ലിം ആകുക. ഖുറൈശികളെ യോഗം കൂടി ദാറുൽ ദുവയിൽ മുഹമ്മദിന്റെ ക്ലാസ്സിൽ പോകുന്നവരെ തടയണം. മുഹമ്മദിന്റെ അടുത്ത് പോയവരെല്ലാം മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അത് തടയണം. അപ്പോഴാണ് നദ്ർ ബിൻ മാലിക് എഴുന്നേറ്റിട്ട് പറഞ്ഞത്, ഞാൻ ഏറ്റു. നീ എന്താണ് ചെയ്യുക? ഞാൻ റോമിലും മറ്റും കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരനാണ്. റോമിലെ ക്രിസ്ത്യാനികൾക്കൊരു സ്വഭാവമുണ്ട്. രാജാക്കന്മാരുടെ കുമാരന്മാരെ കല്യാണം കഴിഞ്ഞാൽ അവരെ മണിയറ രഹസ്യങ്ങള് നോവലുകളാക്കി എഴുതി അങ്ങാടികളിലും മറ്റും അത് വായിച്ച് രസിക്കുന്നൊരു രീതിയുണ്ട്. ആ കുമാരന്മാരുടെ ആദ്യത്തെ രാത്രി ആ പുസ്തകം ഞാൻ ഒന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരാം. നമ്മളെ നാട്ടുകാരല്ലേ, സെക്സിലും സ്റ്റണ്ടിലും ഭയങ്കര ആവേശമുള്ളവരല്ലേ. ഞാൻ ഏറ്റവും ആ കാര്യം, ഞാൻ ആ കഥ ഇങ്ങനെ വായിച്ചാൽ പിന്നെ ആരും മുഹമ്മദിന്റെ അടുത്തേക്ക് പോകില്ല. അങ്ങനെ നദ്ർ ബിൻ മാലിക് ഈ നോവലും വാങ്ങിയിട്ട് വന്നു. അഷ്റഫുൽ ഖൽഖിന്റെ ദാറുൽ അർക്കമിന്റെ വീട്ടിലേക്ക് അഷ്റഫുൽ ഖൽഖിനെ കാണാനും കേൾക്കാനും ഖുർആൻ കേൾക്കാനും പോകുന്നവർ ആ മുക്കോല വഴിയിൽ വെച്ച് ഇവൻ ഈ നോവൽ വായിക്കാൻ വേണ്ടി തുടങ്ങി. നദ്ർ ബിൻ മാലിക് ജനങ്ങൾ മുഴുവനും പിന്നെ അവിടെ കൂടി. അങ്ങനെയാണ് കൂട്ടര് സെൽഫികൾക്ക് വിജാഹിദുകൾക്കൊരു വിഷമം. ആള് കൂടുന്നില്ല. അപ്പുറം ഡാൻസിനാള്, ഇപ്പുറം നൈറ്റിനാള്, അപ്പുറം പിന്നെ സംഗീത കച്ചേരിക്കാള്, അപ്പുറം നാടക കച്ചേരിക്കാള്, എന്തോരാള്. അതിന് പെർമിഷനും വേണ്ട, ലൈസൻസും വേണ്ട. ആർക്കും എവിടെ വെച്ചു എത്ര മണിവരെയും ചെയ്യാം. അവിടെ ഉറൂസ്, ഇവിടെ ജാറം, ഇവിടെ കുത്തുബിയത്ത്, അവിടെ മൗലൂദ്, എത്ര മണിവരെയും മൈക്ക് തുറന്നു വെച്ചേക്കാം. നമ്മളാകെ 2 മണിക്കൂർ ഒരു 5 മിനിറ്റ് നീണ്ടുപോയ അപ്പം വരും പോലീസ്. എന്താ ഉസ്താദേ ഇത്? അത് നീ ഹക്കിലാണ്, അതുകൊണ്ടാണ് നീ ഹക്കിലാണ്. അതിന് തെളിവതാണ്. അല്ലാഹു തആല ഹക്കിനെ സംബന്ധിച്ച് അങ്ങനെയാണ് വിശദീകരിച്ചു തന്നിരിക്കുന്നത്. ബാത്തിൽ അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് അത് എല്ലാവർക്കും അല്ലാഹു തആല ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. വിട്ടേക്ക് നബിയെ ഫമഹിരിൽ കാഫിരീന, കാഫിരീങ്ങളെ വിട്ടേക്ക് നബിയെ, ജീവിക്കട്ടെ അവര്, സുഖിച്ച് ജീവിക്കട്ടെ നബിയെ, കളിച്ച് ചിരിച്ച് മതിച്ച് കുടിച്ച് കുറച്ചു കാലം അവരെങ്ങനെ കഴിയും, പിന്നെ ഞാനൊരു പിടുത്തം പിടിക്കും നബിയെ. അതുകൊണ്ട് അവരെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളെ ഏൽപ്പിച്ച ജോലി, തൗഹീദിന്റെ ജോലി, അത് കൃത്യമായി നിർവഹിച്ചു. അതിനൊരു കോട്ടവും വരാൻ പാടില്ല. അപ്പുറത്ത് കാഫിരികൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പായി പോകാൻ പാടില്ല. അത് എൻ്റെ സലഫി സുഹൃത്തുക്കളോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കാൻ പാടുപെടുകയും ചെയ്യുന്നവരോട്, മുഹമ്മദീ റിസാലത്തിന് ഷഹാദത്ത് കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കാൻ പാടുപെടുകയും ചെയ്യുന്നവരോട്, അതിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളോട്, അതിന്റെ അനുയായികളോട്, അതിന്റെ ചെറുപ്പക്കാരോട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, എന്താണ് നിങ്ങൾക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയാത്തത്? അവർ ബാത്തിലിലാണ്, അതുകൊണ്ടാണ് അവർ തിമിർത്താടി കളിക്കുന്നത്. മനസ്സിലാക്കിയോ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മാ നസൂ മാ ദുകിറൂ ബി,
നാം ഓർമ്മിപ്പിച്ചു കൊടുത്ത ഉപദേശങ്ങൾ അവർ മറന്നു കളഞ്ഞു. അവർ തോന്നിവാസികളായിട്ട് ജീവിക്കാൻ തുടങ്ങി. അവർ അഹങ്കാരികളും കുടിയന്മാരും പിടിയന്മാരുമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് നാം ചെയ്തത് എന്താണെന്നറിയുമോ? ഒറ്റയടിക്ക് അവരെ പെട്ടെന്ന് അങ്ങ് ശിക്ഷിക്കുകയല്ല നാം ചെയ്തത്. ഫതഹിന അലൈഹിം അബ്വാബ കുല്ലി ശൈ. ഫതഹിന അലൈഹിം, അവർക്ക് ഞാൻ തുറന്നു കൊടുത്തു. അബ്വാബ കുല്ലി ശൈ, ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളുടെയും കവാടങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. കച്ചവടത്തോട് കച്ചവടം, ബിസിനസ്സോട് ബിസിനസ്, സ്വർണത്തോട് സ്വർണം, പണത്തോട് പണം, ആർത്തി, കൊട്ടാരം, ബംഗ്ലാവ്, ഹോ എന്ന് പറയണ്ട. അല്ലാഹു പറഞ്ഞു ഫതഹിന, നാം തുറന്നു കൊടുത്തു അലൈഹിം, അവരുടെ മേൽ അബ്വാബ കുല്ലി ശൈ. ഇതിലാണല്ലോ ജീവിക്കുന്നത്. കുറച്ചൊക്കെ അറബി അറിയാം. അബ്വാബ കുല്ലി ശൈ, സകല വസ്തുക്കൾ. കുല്ലി ശൈ അറിയാലോ അറബി ഭാഷ. അതിന്റെ പ്രകാരം വാക്ക് പറയാനില്ലേ? കുല്ലി ശൈ. ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിലും ഭൂമിന്റെ ഉള്ളകത്തുള്ളതുമായ സകലതും അവർക്കാണ് ഞാൻ തുറന്നു കൊടുക്കുക. ആർക്ക്? ഞാൻ ഓർമ്മിപ്പിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളെ മറന്ന് കുരുത്തം കെട്ടി ജീവിക്കുന്നവർക്ക്. എത്രത്തോളം നാം തുറന്നു കൊടുക്കും? സുഖിച്ച് 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 ജീവിക്കുന്നത് വരെ. അവർക്ക് നൽകപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച് അവർ പരമാവധി സുഖിക്കും. വിടും. അഹദിനാഹും ബഗ്തത്തൻ, ഒരു ദിവസം പെട്ടെന്ന് നാം അവനെ പിടിക്കും. ഫൈദാഹും മുബ്ലിസൂൻ, ഒന്നും വേണ്ട, കാലിനൊരാണി അർച്ചാ മതി, അവന്റെ എല്ലാം അതോടെ തീരും. കംപ്ലീറ്റ് തീരും. അനുഭവങ്ങളില്ലേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? ഇതാണ് ദുനിയാവിന്റെ കാര്യത്തിൽ അള്ളാന്റെ നയമെന്ന് നാം മനസ്സിലാക്കണം. സലഫി സുഹൃത്തുക്കൾ, വസ്തുക്കളുടെ ആധിപത്യം. ദീനാറിന്റെ അടിമ തൊലയട്ടെ, ദിർഹമിന്റെ അടിമ തൊലയട്ടെ, അബ്ദുൽ ഖമീസ, ഉടയാടകളുടെ അടിമ തൊലയട്ടെ, അബ്ദുൽ ഖമീല, കൊട്ടാരവും ബംഗ്ലാവിന്റെയും അടിമ തൊലയട്ടെ. തൊലഞ്ഞ് നശിക്കട്ടെ അവൻ. അവന്റെ കാലൊരു മുള്ളു തറച്ചാൽ അത് പറിച്ചെടുക്കാൻ കഴിയാതെ അവൻ നശിക്കട്ടെ. ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞ ഭാഷ? തൈസ അബ്ദുൽ ദീനാർ. പണ്ട് നാട്ടിൽ നിന്ന് ജോലം മുമ്പ് ഈ ഹദീസ് ഓതിയിട്ട് അർത്ഥം വെച്ചപ്പോൾ ചിലർക്ക് തോന്നി നമ്മളെ കണ്ട കിണ്ണം കെട്ടോനെ പോലെ. ദീനാർ എന്ന് പറഞ്ഞപ്പോൾ ഇയാള് കുവൈത്തിനെയാ പറഞ്ഞത് അർത്ഥം വെച്ചു. ദിർഹം എന്ന് പറഞ്ഞപ്പോൾ ഇയാള് മിക്കവാറും ഷാർജയാ പറഞ്ഞത്. എന്നെ കേട്ടാ കിണ്ണം കെട്ടോനെ പോലെ തോന്നുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ ഹദീസ് ഓതി. യഥാർത്ഥത്തിൽ അതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അത് വേറെ ഏതോ ഒരു വിഷയത്തിലെ ഹദീസ് ഓതിയതാണ്. ആ ഒറ്റ കാണത്താൽ ഒരു കോളേജിൽ നിന്ന് എന്റെ മക്കളെ കംപ്ലീറ്റ് പുറത്താക്കി. കുവൈത്തും ഷാർജ പറഞ്ഞു പറയും. ബാക്കി എന്നെ കൊണ്ട് വിശദീകരിക്കുക. ഞാൻ ചോദിക്കട്ടെ എന്റെ സമുദായത്തോട്, ദീനാറിന്റെ അബ്ദ് എന്നുള്ള റസൂൽ പറഞ്ഞ ദീനാർ മഅബൂദാവണ്ടേ? ദീനാറിന്റെ അബ്ദ് എന്ന് പറയുമ്പോൾ ദീനാർ മഅബൂദായില്ലേ? ദിർഹമിന്റെ അബ്ദ് എന്ന് പറയുമ്പോൾ ദിർഹം മഅബൂദായില്ലേ? അപ്പൊ ഷാർജയും കുവൈത്തും ഉള്ളത് കൊണ്ടാണ് നമ്മളെ കാര്യം നടക്കുന്നത്. വിശ്വസിച്ചു പോയാൽ സൗദി അറേബ്യയും കുവൈത്തും കുവൈത്ത് നിന്റെ പിന്നീട് നാവിൽ വരുന്നത് സൗദി അറേബ്യയും ബഹ്റൈനും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കാര്യം നടക്കുന്നത്. വിശ്വസിച്ചു പോയാൽ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സലഫി സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ചിട്ട് എൻ്റെ ISM ചെറുപ്പക്കാരോട്, പണ്ട് രാജപാത എന്ന് പറഞ്ഞപ്പോൾ കേൾക്കാനുള്ളതും കുറെ കേട്ടതാ. അന്നും ചുഴലി രോഗം പിടിച്ചു കുറെ ആൾക്കാർക്ക്. ചുഴലി രോഗം പിടിക്കാൻ ചെറിയ കാരണം. അവസാനം രണ്ട് ആടുകൾ കുത്തുകൂടുക. അപ്പൊ കുറുക്കനിങ്ങനെ കാത്തിക്കുക. ആട് കുറുക്കനിങ്ങനെ കാത്തിക്കുക. ഒരിറ്റ് ചോരയെങ്കിലും ഇറ്റുന്നുണ്ടോ നോക്കിട്ട് ഒന്ന് നക്കാൻ വേണ്ടിട്ട്. ഇതേമാതിരി ഇങ്ങനെ കാത്തു നിൽക്കുക കുറുക്കൻ. ഇയാൾ എപ്പാ കേന്നെ പുറത്താക്കുന്നത് നോക്കിയിട്ട് പുറത്തേക്കോട്ടെ. ഹുസൈൻ മടവൂർ പറഞ്ഞ് എനിക്ക് യാതൊരു ബന്ധമില്ല. ശരിയാണ്, എല്ലാവരും വിചാരിച്ചു ഹുസൈൻ മടവൂർ എന്നെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഞങ്ങൾ ഐക്യകണ്ഠനെ തീരുമാനിച്ചു വെച്ചതാണത്. എന്തെന്ന് മെമ്പർഷിപ്പ് ഒന്നും വേണ്ട,
അബ്ദുൽ മൗലവി പറഞ്ഞതാ, ചൊയിലിനെ സ്വതന്ത്രമാക്കി നാവ് നമുക്ക് ആവശ്യമാണ്, പക്ഷെ അയാൾ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, പിന്നെ സംഘടനയുടെ കത്തിന് വരേണ്ട കാര്യങ്ങളൊക്കെ. അത് ഹുസൈൻ പടൂരിന്റെ അഭിപ്രായം അല്ല. അത് അബ്ദുൽ മൗലവി ജീവിച്ചിരിക്കുന്ന സമയത്ത് പലരും പോയിട്ട് പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫിനോട് ഇറക്കം ചൊല്ലി നമുക്ക് മെമ്പർഷിപ്പ് കൊടുത്തോട്ടോ. അപ്പൊ അബ്ദുൽ മൗലവി എന്ന വലിയ മനുഷ്യൻ, അത് എനിക്ക് എപ്പോ അയാൾ രാജാവാണ്, അള്ളാഹു നല്ല കൂലി കൊടുക്കട്ടെ, അള്ളാഹു വലിയ ഉയർന്ന ദർജ വ്യക്തി. ഞാൻ ചോദിക്കട്ടെ, എന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്ക് പറയാൻ പാടില്ല, നിങ്ങൾക്ക് എന്ത് പറയാൻ അവകാശം? ഞാൻ ഖുർആനും ആയത്തോ ഹദീസോ അർത്ഥം വെച്ചതല്ലല്ലോ, എന്റെ വ്യക്തിപരമായ കാര്യം. എനിക്കൊരു പാത രാജപാതയാണെന്ന് തോന്നാൻ നിങ്ങൾ ചുട്ടുപോണോ? അല്ലെങ്കിൽ അടിമപാതയാണെന്ന് പറയാൻ നിങ്ങൾ ചുട്ടുപോണോ? ഞാനും ഈ രാജ്യത്ത് ജീവിക്കുന്ന സ്വതന്ത്രനല്ലേ? അബ്ദുൽ മൗലവി പറഞ്ഞതാണ്, വേണ്ട, അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഒന്നും വേണ്ട. ഞാന് കാരക്കുന്നില് 2010 ഒരു KNMന്റെ പ്രോഗ്രാം ഏറ്റെടുത്തു. അന്ന് പിളർന്നിട്ടൊന്നുമില്ല. കാരക്കുന്ന് മുനീർ മൗലവി, എപ്പോൾ അയാൾ ഓർക്കും, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അവസാനം പല സ്ഥലത്തുനിന്നും വിളി വന്നു, ജോലി അബ്ദുൽ മൗലവിന്റെ പരിപാടി വേണ്ട, അയാൾക്ക് സംഘടനാ ബന്ധമില്ല, ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അവസാനം മുനീർ മൗലവി അബ്ദുൽ മൗലവിനെ വിളിച്ചു. അപ്പൊ ഞാൻ അന്ന് മംഗലാപുരം ഭാഗത്തുള്ള ആൾക്കാർ ഓൾ പ്രോഗ്രാം ക്യാൻസൽഡ് പറഞ്ഞ കാലം, എല്ലാ പരിപാടിയും ക്യാൻസൽ. ഞാൻ അന്തം വിട്ടു, ഞാൻ മക്കത്താണുള്ളത്, എല്ലാ പരിപാടിയും ക്യാൻസൽ. എന്താന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ആർക്കും മറുപടിയില്ല. അവസാനം ഒരാൾ പറഞ്ഞു KNMന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരാണെന്ന്. കള്ളത്തരം പറഞ്ഞ് സംഘടന വർദ്ധിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ടാൽ, അല്ലെങ്കിൽ കള്ളത്തരം വന്നിട്ട് വ്യക്തിത്വം. അതെ, അള്ളാഹു എല്ലാം അറിയുന്നു. അലം യഅലം ബി അന്നല്ലാഹ യറ. ഇപ്പോ ഓൾ പ്രോഗ്രാം പറഞ്ഞിട്ട് തള്ളിയവരെല്ലാം പുറത്ത്, ഞാനകത്ത്. നാളത്തെ കാര്യം അത് അള്ളാഹ്ക്കറിയാം. നാളത്തെ കാര്യം വെച്ചിട്ട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാനകത്ത് തന്നെയാ, അവരെല്ലാം പുറത്തു തന്നെ. അള്ളാഹുവിന്റെ യഖീൻ വർദ്ധിച്ചു. ഇപ്പൊ ഇനി KNM പുറത്താക്കിയാലും യഖീനൊരു കുഴപ്പം വരൂല. പണ്ടൊക്കെ ബാക്കി തോന്നി പറയുമായിരുന്നു, ഇപ്പൊ അങ്ങനെ പറയാൻ നിൽക്കൂല. കാരണം അള്ളാഹുവാണ് കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് ബോധ്യപ്പെട്ടു കാര്യങ്ങളെ കൊണ്ടുവരും. ആ ബോധ്യപ്പെടൽ തന്നെയാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ അള്ളാഹുവിന്റെ വഹദാനിയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോധ്യപ്പെടലിന്റെ തുടർച്ചയാണ്. എത്ര കാലം അള്ളാഹു തീരുമാനിക്കണം, മഖ്ലൂക്ക് തീരുമാനിക്കാൻ വല്ല അവകാശമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ അവരങ്ങനെ തീരുമാനിച്ചു, ഇവരങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെ പറയും. ഇപ്പൊ പറയാ എൻ്റെ അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചോണ്ട് അങ്ങനെ, എൻ്റെ അള്ളാഹ് ഇങ്ങനെ തീരുമാനിച്ചോണ്ട് ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ എനിക്ക് കാര്യം പറയാൻ, വേറൊന്നും പറയാനില്ല. അങ്ങനെ മുനീർ മൗലവിനോട് ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ് KNMനെ മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മംഗലാപുരത്തെ പരിപാടിയൊക്കെ ഇരിക്കണതുകൊണ്ട് ഞാനില്ല. നിങ്ങളെ KNMന്റെ അഡ്രസ്സിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക സംഘടനന്റെ പേരും പറഞ്ഞിട്ട് പരിപാടി നടത്താൻ ഞാൻ വരാം, നീ KNMന്റെ പേരിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞാൽ ഭാഷ തീർക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ദുബൈയിലുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം അബ്ദുൽ മൗലവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ജോലിന്റെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ജോലി ഇങ്ങനെ പറഞ്ഞു, എന്താ വേണ്ടത്? അന്ന് മുനീർ മൗലവിനോട്, മുനീർ മൗലവി KNM എന്ന അഡ്രസ്സിൽ പറയാൻ പറ്റൂലെങ്കിൽ അദ്ദേഹത്തിന് തൗഹീദ് പറയാനല്ലേ നിങ്ങൾ വിളിക്കുന്നത്, KNMനെ പറയാനല്ലല്ലോ. സംഘടന കാര്യം അയാളെ പറയുകയും ചെയ്യില്ലല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കുക, പ്രാദേശികമായിട്ട് എന്തെങ്കിലും ഒരു പേരിട്ടിട്ട്. അങ്ങനെ കാരക്കുന്ന് സലഫി സെന്റർ ഒന്നും പറഞ്ഞിട്ട് പരിപാടി നടത്തി മുനീർ മൗലവി. ഞാൻ തോറ്റു, അബ്ദുൽ മൗലവി ജയിച്ചു. ഇല്ലേ? സത്യത്തിൽ ഞാൻ തോക്കുകയല്ലേ ചെയ്തത്, ഞാൻ കൊച്ചായി, അബ്ദുൽ മൗലവി രാജാവായി. അതെ, അബ്ദുൽ മൗലവിന്റെ പാതയും രാജപാതയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, പോയി ജോലി നോക്കാൻ വേണ്ടി പറ ജോലിനോട്. പിന്നെ ഒരു കേരള പ്രസ്ഥാനം അത് പിറന്നിട്ടൊന്നുമില്ല, രാജാവായിട്ട് നടക്കുന്ന കാലം അല്ലേ മുജാഹിദ് പ്രസ്ഥാനം 2009-10 കാലഘട്ടങ്ങളിൽ. അന്ന് ഞാൻ എൻ്റെ ഡിമാൻഡ് അംഗീകരിക്കേണ്ട വല്ല ആവശ്യം അബ്ദുൽ മൗലവിക്കുണ്ടോ? പക്ഷെ അദ്ദേഹം രാജാവാണ്, ഞാൻ വെറും ഒരു ഈച്ച. അതിനുശേഷമാണ് ഞാൻ KNMന്റെ സ്റ്റേജുമായിട്ട് ബന്ധപ്പെടാൻ വീണ്ടും തുടങ്ങിയത്. അതുകൊണ്ട് രാജപാതയാണ്, രാജാവാണെന്ന് പറയാൻ ആരും ചീട്ടൊന്നും വേണ്ട, അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ്. അവിടെ ആയിരിക്കും ഞാൻ ഹദീസ് മൈക്കൊന്ന് ചൊല്ലി പിടിച്ചോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സലഫി സുഹൃത്തുക്കളോടാണ്. നമ്മൾ വെറും ജാറങ്ങളെ മാത്രം ചിറുക്കിന്റെ കേന്ദ്രമായി കണ്ടുകൂടാതെ അടിസ്ഥാന കേന്ദ്രമാണ്. ദീനാറും ദിർഹമും പോലും ചിറുക്കിന്റെ വസ്തുതകളായി മാറാൻ അവസരമുണ്ട്. അങ്ങനെ നമ്മുടെ തൗഹീദിന് ഒന്നിക്കിൽ
ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്ത് ഡിസ്മിസ് ആകും, അല്ലെങ്കിൽ സസ്പെൻഡ് ആകും, ചുരുങ്ങിയ പക്ഷം ഡാമേജ് സംഭവിച്ചു ഉപയോഗശൂന്യമാകും. അത് സൂക്ഷിക്കണമെന്നാണ് നാം എൻ്റെ പ്രിയപ്പെട്ട സലഫി സുഹൃത്തുക്കളോടും പ്രവർത്തകന്മാരോടും പറയുന്നത്. ഈ ഭൂലോകത്ത് അല്ലാഹു തആല പരീക്ഷണത്തിന് വിധേയമാക്കുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ കൃത്യമായിട്ട് നമുക്കറിയുന്ന വിഷയമാണത്. മത്തി വെക്കുന്നത് മത്തിപ്പീടിയില്, സ്വർണം വെക്കുന്നത് സ്വർണ്ണപ്പീടിയില്. സ്വർണ്ണക്കടയിൽ മത്തിക്കച്ചവടം നടത്തൂല ആരും, മത്തിപ്പീടിയിൽ സ്വർണ്ണക്കച്ചവടം നടത്തൂല ആരും. നിങ്ങൾ സ്വർണ്ണക്കടയിലാണ്. സലഫി പ്രവർത്തകന്മാർ ആരെ പോലെയാണ്? വെളുത്ത ഷർട്ടിട്ടവരെ പോലെയാണ്. വെളുത്ത ഷർട്ടിട്ട ഒരാൾ കീശയിൽ ഒരു മഷിന്റെ തുള്ളി കണ്ടാൽ അത് ലോകം കാണും, ലോകം അത് ഒപ്പിയെടുക്കും. അതേ സന്ദർഭത്തിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നവന്റെ കുപ്പായം പോലെയാണ് മറ്റുള്ളവൻ. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നവന്റെ കുപ്പായത്തിൽ ഓയിൽ അങ്ങനെ തന്നെ മറിഞ്ഞാലും ആരും കാണൂല അത്. അതുകൊണ്ട് സെൽഫികളിലെ ഭാഗത്ത് വരുന്ന ചെറിയ കറുത്ത പുള്ളി പോലും ലോകം മഷിയിട്ടൊപ്പി കണ്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജൂതൻ ഒരു ഭാഗത്ത്, നസാറ വേറൊരു ഭാഗത്ത്, ഫാസിസ്റ്റുകൾ ഒരു ഭാഗത്ത്, കമ്മ്യൂണിസ്റ്റുകൾ ഒരു ഭാഗത്ത്, ഷിയാക്കൾ ഒരു ഭാഗത്ത്. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദന്റെ വെയിറ്റ് അത്ര വെയിറ്റാണ്, അത്ര കടുപ്പമാണ് സംഭവം. അത് ഏറ്റെടുത്തവരാണ് നാം രാജാക്കളാണ്. ഭൂമിയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് സലഫികൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. വിലായത്തിന് ഒറ്റ കാര്യമേ വേണ്ടുള്ളത്, പ്യൂർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്യൂർ മുഹമ്മദുർ റസൂലുള്ളാഹ്. വിലായത്തിന്റെ ഒന്നാമത്തെ അടയാളം അതാണ്. ഒരാൾ വലിയവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ തൗഹീദ് ക്ലിയർ ആണോ എന്ന് പരിശോധിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ റിസാലത്തിലുള്ള തൗഹീദ്, അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിലായത്തിന്റെ ദർജ. സാധാരണ പറയാറുണ്ട്, നല്ല തൗഹീദുള്ള, റിസാലത്തോട് താല്പര്യമുള്ള, ഷഹാദത്തോട് താല്പര്യമുള്ള ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് വേണം നമ്മൾ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ. അവനാണ് വലിയ. നമ്മള് വലിയ കുപ്പായിങ്ങളാണ്, കോജയാണ്, നല്ല കഥയായിരിക്കും. നേരം വെളുത്തിട്ട് ആ സമയം വരെ ഈ ശിർക്കും കുഫ്റും മാത്രം ചെയ്തവനെ കൊണ്ട് വെച്ചത്. ഓട്ടോറിക്ഷക്കാരൻ അവന് 200 രൂപ കിട്ടും വൈകുന്നേരം. ഓട്ടോറിക്ഷ ഓടിച്ചാൽ രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ രാത്രി 8 മണിക്ക് മുതലാളിയുടെ വിറക്കൊണ്ടാക്കണം. 200 രൂപ. ഇപ്പം എപ്പോഴത്തെ എനിക്കറിയില്ല, പണ്ടത്തെ കഥ പറയുന്നത്. എന്നാലും അത്രയും കൂടാൻ സാധ്യതയില്ല. ഏത് വന്നാൽ 300 അല്ലെങ്കിൽ 400. ഒരാൾ പറഞ്ഞു, സഹോദര, നിനക്കൊരു ഓട്ടോറിക്ഷ സ്വന്തമായിക്കൂടെ? എന്നാ ഈ പൈസ നീക്കായിക്കൂടെ? എൻ്റെ അടുത്ത് എവിടെയാ പൈസ? എടാ, 10-25,000 രൂപ എങ്ങനെ ഉണ്ടാക്കി ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച ബാക്കി പൈസ ബാങ്ക് തരൂലേ? അപ്പൊ ആ സഹോദരന്റെ മറുപടി, വേണ്ട, ഞാനും എൻ്റെ മക്കളും ഭാര്യയും ഇന്നേവരെ ഹറാമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ കിട്ടിയ 200 കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഈ രീതിയിൽ അങ്ങ് മരിച്ചു കിട്ടിയാൽ മതി എൻ്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ. എനിക്കത്ര മതി. എൻ്റെ ഭാര്യ മക്കളെ കൊണ്ട് ഞാൻ ഹറാമ് തീറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ലോൺ എടുത്തിട്ട് ഓട്ടോറിക്ഷ വേണ്ട, എനിക്ക് 200 മതി. അവൻ ആ ഓട്ടോറിക്ഷയും കൊണ്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ. അടുത്ത പള്ളിയിലെത്തിയപ്പോൾ 100 ബാങ്ക് വിളിച്ചു. പള്ളി റൂമിൽ ഓട്ടോറിക്ഷയിൽ ആളുണ്ട്. യാത്രക്കാരോട്, എക്സ്ക്യൂസ് മീ, ഞാൻ നിൽക്കിച്ചിട്ട് വരട്ടെ. അവൻ എത്ര വലിയ RSS കാരനായാലും പറയുമ്പോൾ നിൽക്കിച്ചിട്ട് വാങ്ങും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു. ഒരുത്തൻ അല്ലാഹ്ക്ക് വേണ്ടി ആയാൽ അല്ലാഹ് അവന് വേണ്ടിയായിരിക്കും. അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി. ഒരുത്തൻ അല്ലാഹ്ക്ക് വേണ്ടി ആയാൽ അല്ലാഹ് അവന് വേണ്ടിയായിരിക്കും. ഒരുത്തൻ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. നീ അല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കും. സകല RSS കാരനും നിന്റെ ഖിദ്മത്തിന്റെ പണിയെടുക്കും. അല്ലാഹുവിന്റെ വഅദയാണ് കൂട്ടരെ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അല്ലാഹ് വഅദ ചെയ്തിട്ടുണ്ട്. അല്ലദീന ആമനൂ, പ്യൂർ ഈമാനുള്ളവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ല, പ്യൂർ ഇമാൻ, വഅമിലുസ് സാലിഹാത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഈമാൻ, മുഹമ്മദുർ റസൂലിന്റെ അമാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിലുള്ള ഈമാൻ, മുഹമ്മദുർ റസൂലിലുള്ള അമാൽ. അവർക്ക് അല്ലാഹു തആല ഓഫർ ചെയ്തിട്ടുണ്ട്.
വഅദ ചെയ്തിട്ടുണ്ട്. എന്താ അല്ലാഹുവിന്റെ വഅദ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ ആധിപത്യം തരാം. രാജ്യം ആരോ ഭരിച്ചോട്ടെ, നരേന്ദ്രമോദിയോ ഇനി അതുപോലെയുള്ള മോഡിമാർ ആരോ ഭരിച്ചോട്ടെ, നിങ്ങൾ പറയുന്നിടത്ത് അവരെ കൊണ്ട് ഞാൻ ഒപ്പിടിപ്പിച്ചു തരാം. ഒരു ഭാഷ, യവൻ രാജ്യം ഭരിച്ചാലും അവനെ കൊണ്ട് നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ ഒപ്പിടിപ്പിച്ചു തരും. നിങ്ങളെ ഖാദിമാക്കി തരാം, നിങ്ങളെ പ്രധാനമന്ത്രിയെ നിങ്ങളെ ഖാദിമാക്കി തരാം, നിങ്ങളെ പ്രസിഡന്റിനെയും മെമ്പർമാരെയും. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളെ പൂർവികന്മാർക്ക് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ അല്ലാഹു അല്ലേ പറയുന്നത്, വലയുമക്കിനന്ന ലഹും ദീനഹും വല്ലദി ഇർതദാ ലഹും. രാജ്യം ആരോ ഭരിക്കട്ടെ, ഫാസിസ്റ്റുകളോ സയനിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ ആരോ രാജ്യം ഭരിക്കട്ടെ, ഏത് നിയമം കൊണ്ടുവരട്ടെ, കമ്മ്യൂണിസ്റ്റ് നിയമം, ഫാസിസ്റ്റ് നിയമം, അല്ലെങ്കിൽ ഏക സിവിൽ കോഡ്, എന്തോ കൊണ്ടുവരട്ടെ, അവൻ നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ആ രാജ്യത്തിൽ നിനക്ക് ഞാൻ സൗകര്യം ഉണ്ടാക്കി തരാം. എന്താണ് ആയത്തിന്റെ വായന? വലയുമക്കിനന്ന ലഹും, തീർച്ചയായും അവർക്ക് ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കും, അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കും. അല്ലദി ഇർതദാ ലഹും, അവർക്ക് വേണ്ടി അല്ലാഹ് പൊരുത്തപ്പെട്ട ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ആ രാജ്യത്ത് നിങ്ങൾക്ക് വഴികൾ ഞാൻ തുറന്നു തരും. തുറന്നില്ലേ? 75 കൊല്ലക്കാലം കമ്മ്യൂണിസത്തിന്റെ കൂച്ചുവിലം കിട്ടില്ല റഷ്യ, അസർബൈജാൻ, ബോസ്നിയ, ചെച്ചിനിയ, ജോർജിയ ഇല്ലേ? 75 കൊല്ലക്കാലം കമ്മ്യൂണിസത്താൽ കൂച്ചുവിലം കേൾപ്പെട്ട നാക്ക്. മിസ്റ്റർ ഗോർബച്ചോവ് 1992 കമ്മ്യൂണിസം പിരിച്ചുവിട്ടു. സകല സോവിയറ്റ് റഷ്യയിലെ സകല റിപ്പബ്ലിക്കുകളും സ്വതന്ത്രമായി. 75 കൊല്ലം അല്ലാഹു എന്ന് ഉറക്കെ വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വെളുത്ത തുണിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി ബാനറും പിടിച്ച് ബോസ്നിയൻ തെരുവിലൂടെ ഞങ്ങൾ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ അവസരം അല്ലാഹു ഉണ്ടാക്കി കൊടുത്തില്ലേ? ഒരു നൂറ്റാണ്ടുകാലം ലോകത്തിന്റെ മുടി ചൂടാമന്നന്മാരായിരുന്നില്ലേ റഷ്യൻ സാമ്രാജ്യം? ആയിരുന്നില്ലേ? ഇവിടെ പോയി പൊടിയാക്കി കളഞ്ഞു ഞാൻ. അല്ലാഹു തആല ബാക്കി പിന്നെ പറയാം. മൂന്നാമത്തെ കാര്യം, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾക്ക് കമ്മ്യൂണിസം പേടി, നിങ്ങൾക്ക് സയനിസം പേടി, നിങ്ങൾക്ക് ജൂതനെ പേടി, നിങ്ങൾക്ക് നസാറയെ പേടി, നിങ്ങൾക്ക് ഫാസിസ്റ്റുകളെ പേടി അല്ലേ? നിങ്ങളെ പേടി മാറ്റി നിങ്ങൾക്ക് നിർഭയത്വം ഞാൻ തരാം. വലയുബദ്ദിലന്നഹും, അവർക്ക് നാം പകരം കൊടുക്കാം. മിൻ ബഅദി ഖൗഫിഹിം, പേടിച്ചരണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ മാറ്റിയിട്ട് അംന, നിർഭയത്വം പകരം കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബോംബ് ഉണ്ടാക്കണം, നിങ്ങൾ മിസൈൽ ഉണ്ടാക്കണം, നിങ്ങൾ സ്റ്റാർ വാർ അല്ല, നിങ്ങൾ വാർ ഗ്രൂപ്പ് ഉണ്ടാക്കണം. അല്ല, ഈ 3 വയതുകൾക്കല്ല കാരണമാക്കി വെച്ച് എന്താണ്? എന്ത് വിഷയത്തിനും നിങ്ങൾ എന്നെ മാത്രം ഇടപെടിപ്പിക്കണം. ലാ യുശ്രികൂന ബി ശൈആ, ഒരു വസ്തുവിനെയും എൻ്റെ ഒന്നിച്ച് നിങ്ങൾ കൂട്ടി പറയാൻ പാടില്ല. എങ്കിൽ നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. തയ്യാറുണ്ടോ? കേരളം തൊട്ട് ഇറാൻ വരെയുള്ള 40,000-ഓളം വരുന്ന ജാറങ്ങളെ അടച്ചുപൂട്ടണം. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ജാറങ്ങൾ അടിച്ചുപൂട്ടണം. കാരണം അല്ലാഹുവിന്റെ കോപത്തിനും ശാപത്തിനും കാരണം ജാറങ്ങളാ. ആ ജാറങ്ങൾ 350 കോടി മുസ്ലിമീങ്ങൾ ഭൂലോകത്ത് അനുഭവിക്കുകയാണ്. ഇത് അള്ളാന്റെ വഅദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവന്റെ കെട്ടുകെട്ടുത്ത ദേഷ്യം അല്ലാഹു തആല അറിയിച്ചില്ലേ ഖുർആനിലൂടെ? തകാദു സമാവാതു യതഫത്തർന മിൻ, ദാ ആകാശത്തെ ഞാൻ തകിടുപൊടിയാക്കാൻ പോവുകയാണ്. വതഖിർ വതൻശഖുൽ അർളു, ഭൂമി വിട്ടുകീറാൻ പോവുകയാണ്. വതഖിറുൽ ജിബാലു ഹദ്ദാ, സമുദ്രം പർവ്വതങ്ങൾ തകിടുപൊടിയാകാൻ പോവുകയാണ്. അല്ലാഹു തആലവന്റെ ദേഷ്യമല്ലേ നമ്മൾ അറിയിച്ചത്? എന്താ കാര്യം? അന്ത ഔലിർ റഹ്മാനി വലദാ, അന്ത ഔലിർ റഹ്മാനി വലദാ, റഹ്മാനായ അല്ലാഹ്ക്ക് പുത്രനുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ വാദിച്ചതിനാൽ അല്ലാഹ് പറഞ്ഞല്ലേ കാരണം? അല്ലാഹ്ക്ക് ദേഷ്യം പിടിക്കാൻ കാരണമായിട്ട് അല്ലാഹു തആല പറഞ്ഞല്ലേ? എങ്കിൽ അതിനേക്കാൾ അപകടം, അല്ലാഹു തആലക്ക് പകരം മുദബ്ബിറുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ കാഫിർ അല്ലെങ്കിൽ പിന്നെ ആരാ? അവൻ മുശ്രിക് അല്ലെങ്കിൽ പിന്നെ ആരാ? അവനാണ് ഈ ലോകത്തിന്റെ നാശം. അല്ലാഹു കോപിച്ചിരിക്കുകയാണ്. ആ കോപം അല്ലാഹ് തീർത്തിരിക്കും.
ഇതിനുള്ള വഴി ഒറ്റ വഴിയേ ഉള്ളൂ. 40,000 ജാറങ്ങൾ അടച്ചുപൂട്ടുക. ഒന്നാമത്തെ വഴി അള്ളാഹു പറഞ്ഞ വഴി, അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞ വഴി, നൂഹ് നബി തൊട്ട് ഇങ്ങോട്ട് മുഴുവൻ റസൂലുകളും പറഞ്ഞ വഴി. അതൊക്കെ ഇങ്ങനെ ഒരു ഇസ്ലാം പാർട്ടിക്കാരൻ മെസ്സേജ് അയച്ചു, ഞങ്ങൾ വരും ഫലസ്തീനിലെ മക്കയിലും മദീനയിലും, എന്നിട്ട് സലഫികൾ തച്ചു പൊളിച്ച ഫാത്തിമാന്റെ ഖബറ് ഞങ്ങൾ പുനഃസ്ഥാപിക്കും. അതൊരു ചുഴലിക്കും തടയാൻ കഴിയില്ല. ഈ ചുഴലി രോഗം അത്ര വ്യാപിച്ചിരിക്കുകയാണ്. മദീന മസ്ജിദുൻ നബവിയിലെ പിന്നെ മസ്ജിദുൻ നബവി മദീന മുനവ്വറയിലെ ഖബർസ്ഥാനിലെ ഫാത്തിമാന്റെ ഖബർ നിർമ്മിക്കലും ചുഴലിയും തമ്മിൽ എന്തോ ബന്ധം? അപ്പൊ ഇവരുടെ ആ ശിർക്കിന്റെ കടുപ്പം ഇസ്ലാം പാർട്ടിക്കാർക്കും കൂടി എത്ര കടുപ്പാണ് നിങ്ങൾ ആലോചിക്കണം. ഒരു ശീലി മതക്കാൻ പറഞ്ഞത് ഇസ്ലാം പാർട്ടിക്കാരൻ. ഫാത്തിമാന്റെ ഖബർ ഞങ്ങൾ പുനഃസ്ഥാപിക്കും. അതേ കൂട്ടരെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വല്ലാഹി സുമ്മ വല്ലാഹി, അന്ന് ജൂതന്റെ കയ്യിലും എന്ന് പറഞ്ഞത് യാക്കളോടുള്ള കെട്ടുകെട്ടിത്ത വെറുപ്പ് പ്രകടിപ്പിക്കും. വല്ലാഹി ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ. കാരണം ഖുദ്സിന്റെ മെഹ്റാബിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖിനെ അവർ ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖിനെ അവർ പറഞ്ഞതായിരുന്നില്ലെന്ന്. ഞങ്ങൾ വരും മക്കയിലും മദീനയിലും, എന്നിട്ട് ആയിഷാന്റെ ഖബർ തുറക്കും, എന്നിട്ട് ആയിഷാന്റെ മയ്യത്ത് ഞങ്ങൾ പുറത്തെടുക്കും. ഇമാം മഹ്ദി വരുന്നവരെ കാത്തിരിക്കും. ഇമാം മഹ്ദി ആയിഷാക്ക് ജീവനടിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ആയിഷ അന്ന് വിചരിച്ചിട്ടുണ്ട് എന്ന്. ഇതല്ലേ ഇറാനിലെ ഷിയാക്കളുടെ വിശ്വാസം? സഹിക്കണമെന്നാണ്. നമ്മുടെ ഉമ്മയല്ലേ ആയിഷ? നിങ്ങൾക്ക് അതാണ് എനിക്ക് വിഷമം വരുന്നത്. സെൽഫികൾ എന്ന് പറയുന്നവർ, അവർക്കത് വിഷയമല്ല. അത് കൂട്ടുകാര് മറ്റപ്പുറത്തുള്ളത് ജൂതൻ ഇല്ല കൂട്ടരെ ഇല്ല. ഒരിക്കലും ജൂതന്മാർ അത്ര വലിയ പുളിച്ച തെറി അഷ്റഫുൽ ഖൽഖിനെയും ആയിഷത്തു സിദ്ദീഖിനെയും അബൂബക്കർ സിദ്ദീഖിനെയും പറഞ്ഞിട്ടില്ല, പറയുന്ന പ്രശ്നവുമില്ല. ഷിയാക്കളെ വാദം അതാണ്. ഖുമൈനി പറഞ്ഞില്ലേ, ഖുമൈനിന്റെ അനുയായികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ മിമ്പറിൽ വെച്ച്, അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗം സ്വർഗത്തിൽ കിടക്കൂല. കാര്യം അബൂബക്കറിന്റെയും ഉമറിന്റെയും 2 പെമ്മക്കളെ ഒന്നിച്ച് കുടുംബജീവിതം നയിച്ചതിന്റെ പേരിൽ. കാരണം അബൂബക്കർ കാഫിറാൻ, ഉമർ കാഫിറാൻ. അബൂബക്കറിന്റെ ഉമറിന്റെ 2 മക്കളാണ് ആയിഷയും ഹഫ്സയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് മുസ്തഫാന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ സ്വർഗത്തിൽ പോകില്ല എന്ന് മിഞ്ഞാന്ന് പറഞ്ഞതല്ല, ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞല്ല, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാമിയ മസ്ജിദിലെ മിമ്പറുകളിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമരം കൈ കിട്ടിയാൽ ഈ പറച്ചൽ അവിടെയല്ലേ പറയുക? സഹിക്കുമോ മുഅ്മിനീങ്ങൾ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. മുനാഫിക്കുകൾക്ക് സഹിക്കാൻ പറ്റും, കപടന്മാർക്ക് സഹിക്കാൻ പറ്റും, ചീഞ്ഞളിഞ്ഞ മനസ്സുമായി നടക്കുന്നവർക്ക് സഹിക്കാൻ പറ്റും, മുസ്ലിമികൾക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് സെൽഫികൾ അതിനെ എതിർത്തത്. അതുകൊണ്ടാണ് സെൽഫികൾ അതിനെ പ്രതിരോധിച്ചത്. ഇല്ല, ഒരു കാരണവശാലും ശീഇയ്യത്ത് ലോകത്ത് വളർന്നുകൂടാ, ശീഇയ്യത്ത് ലോകത്ത് മുട്ടിട്ടുകൂടാ. ഇല്ല, ഒരിക്കലുമില്ല. സെൽഫികൾ തീർച്ചയായും അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ലോകം അങ്ങോളം ഇങ്ങോളം രാജ്യം നിങ്ങളുടെ കയ്യിൽ വരും. നമുക്കറിയാം, മക്കയും മദീനയും നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങളെ കൈകൊണ്ട് കഅബ പൊളിക്കും. റസൂലുള്ളാഹി പറഞ്ഞത് കഅബ പൊളിക്കും ഖിയാമത്ത് നാൾ വരുമ്പോൾ. നിങ്ങളെ കൈകൊണ്ട് മദീനയും മക്കയും പൂട്ടും. അതേ ഷിയാക്കൾക്ക് മക്കയിലും മദീനയിലും വിശ്വാസമില്ല, ഖുദ്സിൽ അവർക്ക് വിശ്വാസമില്ല. ഖുദ്സ് ആകാശത്തിലുള്ള ഖുദ്സ് ഭൂമിയിൽ കർബലയിൽ ഞങ്ങൾ സ്ഥാപിക്കും. ഒറ്റ ഇമാമിന്റെ കീഴിൽ ലോകം മുഴുവനും കർബലയ്ക്കാനായിരിക്കും. ഇതല്ലേ കൂട്ടരേഷ്യാക്കളെ വിശ്വാസം. അവര് കഅബയെ പൊളിക്കും, അവര് മദീനയെ തകർക്കും. മുസ്ലിമിൽ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഒരു നാൾ വരും കവാടത്തിലൂടെ മറ്റേ കവാട രീതിയിൽ മദീന ഖാലിയാകുമെന്നുള്ള ഷിയാക്കളെ കൊണ്ടാണ് അത് നടക്കുക. അതിന് തടയിടാനാണ് അല്ലാഹു തആല സലഫികളെ ജീവിപ്പിക്കുന്ന ഭൂമിയിൽ. മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാഹ് കഴിയും. എനിക്കറിയാം കഴിയും. നാളുകൾ ഇനിയും കുറച്ചും കൂടി കഴിയട്ടെ. ലോകത്തിന്റെ ചരിത്രം പ്രത്യേകിച്ചിട്ട്
പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രം വേറൊരു വഴിക്ക് തിരിച്ചു വരുമ്പോൾ ഇവരൊക്കെയും എന്താണ് അന്ന് സംസാരിക്കാൻ നമുക്ക് കണ്ടറിയണം. അല്ലാഹു ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് സലഫികളുടെ കയ്യിലേക്ക് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസും അതിനെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന സുന്നികൾ സലഫികളായ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളും ഇല്ല, ഒരുത്തന്റെയും കീഴിൽ അടിമകളായി ജീവിക്കുന്ന പ്രശ്നമില്ല. മരിച്ചൊടുങ്ങിയാലും ജൂതൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ ഇൻസാനിയത്തിൻ്റെ തുടക്കവും ഇസ്ലാമിയത്തിൻ്റെ ആരംഭവും അതെ ഇനി നമുക്ക് അവസാനത്തെ അധ്യായമായ അഷ്റഫുൽ ഖൽക്കിലെത്തണം. ഒന്നാം അധ്യായം നൂഹ്, രണ്ടാം അധ്യായം ഇബ്രാഹിം, ഒന്നാം അധ്യായം ആദം, രണ്ടാം അധ്യായം നൂഹ്, മൂന്നാം അധ്യായം ഇബ്രാഹിം, നാലാം അധ്യായം അഷ്റഫുൽ ഖൽഖ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി മുസ്സലാത്തു വസ്സലാം. അതെ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനിയൊരു അവസരം അല്ലാഹു തന്നാൽ നമുക്ക് അവിടത്തേക്ക് പോയിട്ട് വേണം 2024 2050 പുതിയ നൂറ്റാണ്ടിൻ്റെ സുപ്രഭാതത്തിലേക്ക് ചരിത്രത്തെ നീട്ടിക്കൊണ്ടു പോകാൻ. അന്ന് ഫാസിസം എന്താണെന്നും തകർന്നടിഞ്ഞ കമ്മ്യൂണിസം എന്താണെന്നും തകരാൻ കാത്തിരിക്കുന്ന സയണിസം എന്താണെന്നും അള്ളാഹുവിൻ്റെ ആകാശത്തോളം വളർന്ന് പന്തലിക്കുന്ന സലഫിയത്ത് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു ഇൽമിന് ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികളോട് അല്ലാഹു തആല കരുണ കാണിക്കട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, അല്ലാഹ് നിന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കണേ അല്ലാഹു. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഭർത്താമക്കൾ, നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ ബർസഖിന്റെ ലോകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ സന്തോഷത്തിൽ കഴിയുന്നവരെ കൂട്ടത്തിൽ അവരെ അല്ലാഹു ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിലെത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.